ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ പരിപാടി അരമണിക്കൂറിനകം തുടങ്ങുന്നതാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും മുമ്പിൽ വന്നിരിക്കണമെന്ന് വിനീതമായി ദീനിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നത്തെ കാതികൻ കേരളത്തിൽ അങ്ങും ഇങ്ങും അറിയപ്പെടുന്ന ഏറ്റവും വലിയ കാതികൻ അഷ്റഫ് മാസ്റ്റർ, കണ്ണൂർ ആൻഡ് പാർട്ടി. അരമണിക്കൂറിനകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. വിഷയം എരിഞ്ഞണങ്ങിയ കിനാക്കൾ. അതുകൊണ്ട് എല്ലാവരും മുമ്പിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അവിടെ എവിടെയെങ്കിലും റോഡിലോ അവിടെ എവിടെയോ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ മുമ്പിലിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നലെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധ കേട്ടിരിക്കാം. നമ്മുടെ സുബൈർ മാസ്റ്റർ തോട്ടിക്കലിന്റെ കഥാപ്രസംഗം. ഇന്നിവ രണ്ടാമത്തെ ദിവസം അഷ്റഫ് കണ്ണൂർ ആൻഡ് പാർട്ടിന്റെ പരിപാടി അല്പസമയത്തിനകം ആരംഭിക്കും. നാളെ 20/2/2017 തിങ്കൾ അസ്തമിച്ച രാത്രി ബുർദ മജ്ലിസ് റൗദത്തുൽ ജന്ന അസ്സയദിയ പാപ്പിനിശ്ശേരി കണ്ണൂർ അവരുടെ ബുർദയുണ്ടായിരിക്കും. അതുകൂടാതെ തുടർന്ന് മജ്ലിസ് നൂറും കൂട്ടുപ്രാർത്ഥനയും. നേതൃത്വം സയ്യിദ് നജമുദ്ദീൻ പൂക്കോയത്തങ്ങൾ ഐദ്രൂസ് യമാനി അൽ ഖാദിരി മംഗലാപുരം. അവരുടെ ദുആഹും നാളെ ഉണ്ടായിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. യൂത്ത് വിംഗ് തർബിയത്ത് നഗർ നടത്തപ്പെടുന്ന ദ്വിദിന കഥാപ്രസംഗവും ബുർദ മജ്ലിസിന്റെയും രണ്ടാം ദിനത്തിലാണ് നാം ഒക്കെ കടന്നിരിക്കുന്നത്. നമ്മുടെ ഖാദിയൻ അല്പസമയത്തിനുള്ളിൽ വേദിയിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നാം യൂത്ത് വിംഗ് തർബിയത്ത് നഗർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദ്വിദിന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് കേരളത്തിലെ കേളികേട്ട കഥാപ്രസംഗത്തിലെ അവതാരകൻ അഷ്റഫ് മാസ്റ്റർ കണ്ണൂർ ആൻഡ് പാർട്ടി നടത്തപ്പെടുന്ന എരിഞ്ഞടങ്ങിയ കിനാക്കൾ എന്ന സുപ്രസിദ്ധമായ വിഷയത്തിൽ നമുക്ക് മുമ്പ് കോരിത്തരിക്കുന്ന ഇമ്പമാർന്ന ഗാനങ്ങളോടെ മയതനങ്ങളെ കൈയടക്കുന്ന അർത്ഥസമ്പുഷ്ടമായ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രഭാഷണങ്ങളിലൂടെ നമ്മെ ഉണർത്തുമ്പോൾ സഹോദരന്മാർ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നിന്റെ സാഹചര്യത്തിൽ കാലം അതിക്രമിച്ചുകൊണ്ട് തിന്മയുടെ ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടിൽ ഇസ്ലാമിന്റെ തനതായ ശൈലി, മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന ശൈലി, അത് എന്താണ് എന്ന് നാം പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള പല മാർഗങ്ങളും നമ്മുടെ സമുദായത്തിനുണ്ട്. പ്രഭാഷണകല, കവിതാലാപനം, ഗാനാലാപനം, അതേപോലെ തന്നെ എഴുത്ത്,
അതിൽപ്പെട്ട മറ്റൊരു രംഗത്തിലാണ് നാം ആദ്യമായി തന്നെ വലിയ ബൃഹത്തായ ഒരു കഥാപ്രസംഗ വേദിയിലാണ് നാം കടന്നിരിക്കുന്നത്. സിക്റുൽ അംബിയാഇ മിനൽ ഇബാദത്തി വദിക്റു സാലിഹീന കഫാറത്തുൻ വദിക്റുൽ മൗതി സദഖ എന്ന് പറയുന്ന ഹബീബുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അധ്യാപനം എന്താണ്? ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ, അംബിയാക്കളെ പറ്റി പറയുന്ന സ്മരണകൾ, അംബിയാക്കളെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന, അത് കഥാപ്രസംഗമാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധേനയാകട്ടെ, അംബിയാക്കളെ പറ്റി സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗങ്ങൾ അത് ഇബാദത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്ന ഭാഗമാണ്. അതേപോലെ തന്നെ വദിക്റു സ്വാലിഹീന കഫാറ, മഹാരഥന്മാരായ സഹാബാക്കിറാം, ഔലിയാക്കൾ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരൊക്കെ നമുക്ക് എന്താണ് പഠിപ്പിച്ചു തന്നത്? അവരുടെ ആശയങ്ങൾ എന്താണ്? അവർ നമുക്ക് ജീവിച്ചു കാണിച്ച ആശയതലങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നത് അത് ദോഷങ്ങൾ പൊറുക്കാനുള്ള മാർഗമാണ്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് വിംഗ് തർബിയത്ത് നഗർ നമ്മുടെ ഈ നാട്ടിൽ പ്രാരംഭമായി തന്നെ ഈ വേദി നമുക്ക് ഒരുക്കി തന്ന പ്രവാസികൾ, അതേപോലെ തന്നെ നാട്ടിലെ നല്ലവരായ ആൾക്കാർ, അവരൊക്കെ നമുക്ക് ഒരുക്കി തന്നത് എന്തിനു വേണ്ടിയാണ്? അതെ, നമ്മുടെ വദിക്റു സ്വാലിഹീന കഫാറ, അമ്പിയാക്കളെ അതേപോലെ തന്നെ സ്വാലിഹീങ്ങളെ പറ്റി പറയുന്ന കഥകൾ, ചരിത്രങ്ങൾ, മറ്റൊക്കെ അവരെ പറ്റി ഗാനാലാപനം നടത്തൽ എല്ലാം ദോഷങ്ങളെ പൊറുക്കാനുള്ള മാർഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നാം സുബൈർ ബാസിന്റെ മരണം വിതച്ച പൂന്തോട്ടത്തിൽ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ വന്ന മുസൈലിമത്തുൽ കദ്ദാബിന്റെ അതുമായി ബന്ധപ്പെട്ട നീണ്ട ചരിത്രങ്ങൾ മണിക്കൂറുകളോളം നാം കേട്ട് കാതോർത്തിരുന്നു, അമ്പരന്നു. നാം എന്തൊക്കെ അതിൽ പല വിഷയങ്ങളും ഗുണപാഠങ്ങളും പഠിച്ചു. അതേ, ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ തങ്ങളോടൊപ്പം മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളിക്കാറുണ്ടായിരുന്നു. അതേ, കഥാപ്രസംഗത്തിൽ നാം ഇവിടെ പ്രവാചകൻ നമ്മെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ആടിയും പാടിയും നമ്മളെ കൊണ്ടുപോകേണ്ട ശൈലികളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? അതേ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത്, സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന, അവരെ കോരിത്തെരിപ്പിക്കുന്ന, അവരെ വേദിയിലേക്ക് അവരെ ശ്രോതാക്കളെ എങ്ങനെയാണ് കയ്യിലടക്കേണ്ടത് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അധ്യാപനത്തിലൂടെ കഥാപ്രസംഗം ആ നിലക്ക് നമ്മുടെ മഹാരഥന്മാരായ നമ്മുടെ പ്രഭാഷകന്മാർ ഇവിടെ അത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും സശ്രദ്ധം കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വദിക്റു സ്വാലിഹീന കഫാറ, സാലിഹീങ്ങളെ പറ്റി പറയുന്നത് കഫാറത്താണ്, ദോഷങ്ങളെ പൊറുപ്പിക്കാനുള്ള മാർഗങ്ങളാണെന്ന് വെക്കുമ്പോൾ നാം ഇന്നൊക്കെ എന്തൊക്കെ ദോഷങ്ങളാണ്? നാം തെറ്റ് ചെയ്യാത്ത ആരുമില്ല, മൈസൂമിങ്ങളല്ല, ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തരല്ല. നാം ദോഷങ്ങൾ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നാം നമ്മുടെ ദോഷങ്ങളെയൊക്കെ പൊറുക്കാനുള്ള ഒരു മാർഗമെന്നോണം ഒരു മാർഗമായി നാം കണ്ടുകൊണ്ട് നാം ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് നാമൊക്കെ ഇവിടെ ഇരിക്കുന്നത് നാം പാപികളായ, നാം ഒന്നുമല്ലാത്ത, ഒരു കാര്യവുമില്ലാത്ത ദോഷങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാം നമ്മളുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരു മാർഗമായി കൂടെ അതിനിക്കൊരു മാർഗമാകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അധ്യാപനത്തിലൂടെ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എന്താണ്? അതേ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞത് കാണാം, ഫല്യുബല്ലിഗു ശാഹിദുൽ ഗായിബ്, ഇവിടെ ഹാദിറായവർ ഇനി ബാക്കിയുള്ള, ഇവിടെ ഹാദിറില്ലാത്തവർക്ക്, ഇവിടെ സന്നിഹിതരില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണമെന്ന അധ്യാപനത്തിലൂടെ നാമൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ, മുൻകഴിഞ്ഞ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ, ആ അധ്യാപനത്തിലൂടെ നാം കടന്നു വന്നുകൊണ്ട് ആ അധ്യാപനത്തെ വരും തലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആശയതലങ്ങളെ അവർക്ക് നാം മനസ്സിലാക്കി
കൊടുത്തുകൊണ്ട് നാം മുന്നേറുകയാണ് നാം വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ്, അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ യൂത്ത് വിങ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ പ്രവാസികളും നാട്ടിലെ ചെറുപ്പക്കാരുമൊക്കെ അതിനുവേണ്ടി അധ്വാനിക്കുന്നത്. അവരുടെ പ്രവർത്തനം അല്ലാഹു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വർദ്ധനവ് നൽകുമാറാകട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇന്നിന്റെ സാഹചര്യത്തിൽ നാം ചെലവഴിക്കുന്ന ചെലവുകൾ എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങോട്ടേക്ക് ചെലവഴിക്കുന്ന സമയത്ത്, ദീനിന്റെ കാര്യത്തിന് ചെലവഴിക്കുന്ന സമയത്ത്, ദീനിന്റെ വിഷയത്തിലേക്ക് ചെലവഴിക്കുന്ന സമയത്ത് ആരെങ്കിലും ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ, പഠിക്കുന്ന ആൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ, അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹിനെ പറ്റി അറിയാം. ആരാണ് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ്? അതേ 4 മദ്ഹബുകളിൽപ്പെട്ട് ആദ്യത്തെ മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ്. ആരാണ് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ്? അതേ വലിയ സമ്പത്തിന്റെ ആളാണ്, വലിയ കച്ചവടക്കാരനാണ്. അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് പറയാണ്, എന്താണ് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് പറയുന്നത്? ഞാൻ ഈ കച്ചവടങ്ങൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? എനിക്ക് സ്വന്തത്തിന് വേണ്ടിയല്ല. ഞാൻ ഈ കച്ചവടം ചെയ്തത് എനിക്ക് സ്വന്തത്തിന് വേണ്ടിയല്ല, എന്റെ ആവശ്യത്തിനിക്കല്ല. ഞാൻ എന്റെ നാട്ടിലെ ചെറുപ്പക്കാർ, പാവപ്പെട്ടവരായ മുതഅല്ലിമീങ്ങളുണ്ട്, അതേപോലെ തന്നെ പഠിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവർക്കൊക്കെ സാധുക്കളായ ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ഞാൻ എന്താക്കുന്നുണ്ട്? ഇതിന്റെ വിഹിതത്തെ, ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാത്തിന്റെ വിഹിതവും ഞാനൊന്നും സ്വീകരിക്കാറില്ല. മറിച്ച് ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് അത് അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹി തആല അലൈഹി വറഹിമനാ ബിഹി തങ്ങൾ സ്വന്തമായി കച്ചവടം ചെയ്യാറില്ല. സ്വന്തം സാധനങ്ങളെ മറ്റുള്ളയാളെ ഏൽപ്പിച്ചുകൊണ്ട് കച്ചവടം നടത്താറാണ്. ആ നടത്തിയുള്ള ലാഭത്തെ അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് അതേ നാട്ടിലെ നല്ലവരായ സാധുക്കൾക്ക്, അതേ നല്ലവരായ പഠനത്തിന്റെ വിഷയത്തിൽ കടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചെലവഴിക്കുമായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ ഈ ചെറുപ്പക്കാർ, നമ്മുടെ പ്രവാസികൾ ഇവിടെ ഈ നാട്ടിൽ നല്ലൊരു ദീനിയായ ചുറ്റുപാടിന് വേണ്ടി അധ്വാനിക്കുകയും അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്നത് അത് മഹാനതന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗമാണ്. ആ മാർഗത്തിലൂടെയാണ് നാം കടന്നു പോകേണ്ടത്. അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ മാർഗത്തിലൂടെ, എന്താണ് സ്വാലിഹീങ്ങളായ, എന്താണ് നമുക്ക് നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ പഠിപ്പിച്ചു തന്ന മാർഗം, ആ മാർഗത്തിന്റെ യഥാർത്ഥ വഴിയിലൂടെ അവരെന്താണോ, ഏത് റൂട്ടിലൂടെയാണോ പോയത് ആ റൂട്ടിലൂടെയാണ് നാം പോകേണ്ടത്. അല്ലാത്ത എന്തെങ്കിലും കാണുമ്പോൾ, എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല നാം. നാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം കൈപിടിച്ച്